ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് INCS കൊച്ചിയിൽ നിന്നാണ്. എൻ്റെ അപ്പൂപ്പൻ പഴയൊരു എക്സ് സർവീസ്മെൻ ആയിരുന്നു. ആളിപ്പോൾ ഇല്ലാട്ടോ, മരിച്ചു പോയതാണ്. അമ്മൂമ്മയുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനം പർച്ചേസ് ചെയ്തതിൻ്റെ അതിൻ്റെ MRP റേറ്റും പിന്നെ ബില്ലും തമ്മിലുള്ള ഡിഫറൻസ്, ബില്ലിംഗ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഭയങ്കര നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് ഈ ബില്ലിംഗ് റേറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് കണ്ടു നോക്കാവേ, ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഉള്ളത് ഈ ഒരു യാർഡ്ലീൻ്റെ ടാൽക്കം പൗഡറാണ്. ഇത് 250 ഗ്രാമിൻ്റെ ടാൽക്കം പൗഡറാണ്. ഇതിൻ്റെ MRP വന്നേക്കുന്നത് 222 രൂപയാണ് കേട്ടോ MRP വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഈ എമൗണ്ട് കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 രൂപ 3 രൂപയൊക്കെ കുറച്ചിട്ട് നമുക്ക് കിട്ടും, അങ്ങനെയും കിട്ടും. എന്നിട്ട് ഇവിടുത്തെ റേറ്റ് വന്നിട്ട് ഇവിടുത്തെ MRP റേറ്റ് അല്ല കേട്ടോ നമുക്ക് എടുക്കണം, ബില്ലിംഗ് എമൗണ്ട് വേറെ ആയിരിക്കും. അപ്പോൾ ബില്ലിംഗ് എമൗണ്ട് വന്നിട്ട് ഇതിൻ്റെ ബില്ലിംഗ് എമൗണ്ട് എനിക്കായിട്ടുള്ളത് 90 രൂപ 78 പൈസയാണ്. അതായത് ഇതിൻ്റെ MRP വന്നേക്കുന്നത് 222 രൂപയാണ്. എനിക്ക് 90 രൂപ 78 പൈസയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 131 രൂപ 22 പൈസയാട്ടോ ഇതിന് എനിക്ക് കുറവ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് ഇത്രയും എമൗണ്ടിൽ നിന്ന് എന്തായാലും നമുക്ക് കുറച്ച് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ എനിക്ക് ഇത്രയും രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാവേ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഫിനോയിൽ, ഇതൊരു ഫിനോയിലാട്ടോ, ഫിനോയിലിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ MRP വന്നിട്ടുള്ളത് 59 രൂപയാണ് MRP എമൗണ്ട് വന്നിട്ടുള്ളത്. ഇത് ബില്ല് ചെയ്തേക്കണം എത്ര രൂപയ്ക്കാണ് നോക്കാം കേട്ടോ. ഇതിൻ്റെ MRP അടിച്ചിട്ടുള്ളത് 49 രൂപ 70 പൈസയാണ്. ഇവിടെ ഉള്ളത് ഇതിലുള്ള റേറ്റ് 59 ആണ്. കിട്ടിയിട്ടുള്ളത് 49 രൂപ 70 പൈസക്കാണ്. ഇങ്ങനത്തെ പ്രോഡക്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് എല്ലാത്തിലും ഒരുപാട് ഡിഫറൻസ് വരുന്നില്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടാൽക്കം പൗഡറൊക്കെ എടുത്തപ്പോൾ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡിഫറൻസ് ഒരുപാട് വരുന്ന ഇനിയും വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിലൊന്നും അധികം വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 9 രൂപ 3 പൈസയോ വന്നിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഡിഫറൻസ് അത്രയും കുറവിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് നോക്കാം കേട്ടോ. ഇത് ഒരു പീനട്ട് ബട്ടർ കേട്ടോ, പീനട്ട് ബട്ടറാണ്. ഇതിൻ്റെ MRP വന്നേക്കുന്നത് 209 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ബിൽ റേറ്റ് ആയിട്ടുള്ളത് 134 രൂപ 40 പൈസയാണ്. നമുക്കിവിടെ ലാഭം കിട്ടിയിട്ടുള്ളത് 74 രൂപ 6 പൈസയാണ്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായാലോ. 209 രൂപയുടെ സാധനമാണ് നമുക്ക് 134 രൂപ 40 പൈസക്ക് കിട്ടിയിട്ടുള്ളത്. 74 രൂപ 6 പൈസ ലാഭവും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് ഇത് ഒരു ചന്ദനത്തിരി ആട്ടോ. ഈ ചന്ദനത്തിരിയുടെ അഗർബത്തി, ഇതിൻ്റെ റേറ്റ് 72 റുപ്പീസാണ് ഇതിൽ കൊടുത്തിട്ടുള്ള റേറ്റ്. 72 ആണ്. MRPയിൽ വന്നിട്ടുള്ളത് 41 രൂപ 22 പൈസയാണ്. ഇതിൽ ലാഭം കിട്ടിയിട്ടുള്ള 30 രൂപ 78 പൈസയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. പിന്നെ ഇത് മിൽക്കി മിസ്സിൻ്റെ ചീസാട്ടോ, ചീസ് സ്ലൈസ് ആണ്. ഇതിൻ്റെ MRP 85 രൂപയാണ്. എടുത്തിട്ടുള്ള റേറ്റ് 74 രൂപ 39 പൈസ. ഇത് 10 രൂപ 61 പൈസയാണ് ലാഭം കിട്ടിയിട്ടുള്ള കേട്ടോ. ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ഐറ്റംസിനൊന്നും ഒരുപാട് വിലക്കുറവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിലക്കുറവ് നമുക്ക് ലാഭത്തിൽ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. എങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്രയും എമൗണ്ട് ഒന്നും കുറച്ച് കിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് ഒരു മിൽക്കി മിസ്സിൻ്റെ മാംഗോൻ്റെ ഒരു യോഗോട്ടാട്ടോ. ഇതിൻ്റെ റേറ്റ് 40 റുപ്പീസാണ് MRP. ബിൽ റേറ്റ് വന്നിട്ട് 35 രൂപ 2 പൈസ കേട്ടോ. ഇതിലൊന്നും ഒരുപാട് ഡിഫറൻസ് വരുന്നില്ല, ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളത് ഞാൻ ഇത് കാണിക്കണ്ടല്ലോ. വലിയ ഡിഫറൻസ് വന്നതിൻ്റെ മാത്രം നമുക്ക് ലാഭം കിട്ടിയ എമൗണ്ട് ഞാൻ കാണിച്ചു പോവാവേ. ഇനി അടുത്തത് പിയേഴ്സിൻ്റെ സോപ്പ് കേട്ടോ. ഇതിൽ 50 രൂപയാണ് നമുക്ക് വരുന്നത്
MRP 50 രൂപ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ 50 രൂപ കൊടുത്ത് തന്നെ വാങ്ങിക്കുന്നത്. ഇവിടുത്തെ MRP ഉള്ളത് 29 രൂപ 44 പൈസ. 29 രൂപ 44 പൈസയാട്ടോ MRP വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് കുറവ് വന്നിട്ടുണ്ട്. 50 രൂപയുടെ സാധനം 29 രൂപയ്ക്ക് കിട്ടിയപ്പോൾ 21 രൂപ ചില്ലറ പൈസയോളം നമുക്ക് ഇതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഒരു പിയേഴ്സിൻ്റെ സോപ്പിൽ കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇത്രയും കുറച്ച് കിട്ടില്ല. നമ്മൾ ഇതിൻ്റെ പൈസ അല്ലെങ്കിൽ 2 രൂപ കുറച്ചിട്ടാണെങ്കിലും ഒക്കെ കിട്ടുള്ളേ. അടുത്ത പ്രോഡക്റ്റ് ഇതാട്ടോ, നമ്പീഷൻസ് നെയ്യാണ്. ഇതിൻ്റെ MRP 230 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ MRP ഇത് 200 ml ആണ്. ആൻഡ് ബിൽ റേറ്റ് വന്നിട്ട് 186 രൂപ 22 പൈസയാണ്. 186 രൂപ 22 പൈസ. അപ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നോക്കാം കേട്ടോ. MRP 230, എത്ര രൂപ ബിൽ എമൗണ്ട് വന്നേ? 186 രൂപ 22 പൈസ. 186 രൂപ 22 പൈസ. ഇതിന് 43 രൂപ 78 പൈസ. അത്രയും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു നെയ്ക്ക്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതാട്ടോ, സോഫ്റ്റ് ടച്ചിൻ്റെ MRP 235 രൂപയാണ്. 235 MRP ആണ്. ഇനി ബില്ലിംഗ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. ₹168 രൂപ 43 പൈസ. 168 രൂപ 43 പൈസ. അപ്പോൾ ഇതിൽ ലാഭം കിട്ടിയിട്ടുള്ള 66 രൂപ 57 പൈസ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ കുറവ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് സർഫെക്സിൻ്റെ ഡിറ്റർജൻ്റാണ്, ലിക്വിഡ് ഡിറ്റർജൻ്റാണ്. ഇതിൻ്റെ MRP വന്നിട്ടുള്ളത് 235 രൂപയാണ് MRP വന്നിട്ടുള്ളത്. ബില്ലടിച്ചത് 155 രൂപ 66 പൈസയാണ്. 155 രൂപ 66 പൈസ. അപ്പോൾ ഇതിൽ കുറച്ചിട്ടുള്ളത് 79 രൂപ 34 പൈസ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഒരു വലിയ എമൗണ്ടിൽ തന്നെ കുറച്ച് കിട്ടുന്ന സാധനങ്ങളാട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു വിസ്പറിൻ്റെ ഒരു വലിയ പൗച്ചാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ MRP നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൽ 30 പാഡാണുള്ളത്. ഇതിൽ 30 പാഡ് തന്നെ ഈ ഒരു പാക്കിന് എമൗണ്ട് വരുന്നത് 399 രൂപയാട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 399 രൂപ അല്ലെങ്കിൽ 2 രൂപ 3 രൂപ റിഡക്ഷനിൽ കിട്ടുമായിരിക്കും. ഇതിൻ്റെ റേറ്റ് ബില്ലിൽ അടിച്ചിട്ടുള്ള റേറ്റ് 222 രൂപ 69 പൈസയാണ്. ശരിക്കും 176 രൂപ 31 പൈസ ലാഭമുണ്ട്. ഇതൊക്കെ വലിയ റിഡക്ഷനിൽ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇത് ഒരു പേസ്റ്റ് ആട്ടോ, ഹിമാലയയുടെ ടൂത്ത് പേസ്റ്റാണ്. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 97 രൂപയാണ്. MRP റേറ്റ് 97 രൂപ. ബില്ലിംഗ് റേറ്റ് നോക്കാം. ബില്ലിംഗ് റേറ്റ് 56 രൂപ 84 പൈസ കേട്ടോ. 56 രൂപ 84 പൈസ. ₹40 രൂപ 16 പൈസ. അത്രയും ഇതിൽ കുറവ് വന്നിട്ട് 40 രൂപയോളം നമുക്ക് ഈ ഒരു പീസിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ധാത്രിയുടെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാട്ടോ. ഈ അലോവേറ ജെല്ലാണ്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ MRP 100 രൂപയാണ്. ബില്ലിംഗ് റേറ്റിൽ ഇട്ടിട്ടുള്ളത് ബില്ലിംഗ് റേറ്റ് നമുക്കായിട്ടുള്ളത് 76 രൂപ 58 പൈസയാണ്. 76 രൂപ 58 പൈസ. 23 രൂപ 42 പൈസ. 23 രൂപ കുറവ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ എന്തായാലും ഇത്രയും പൈസക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ.
അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ദീദിയുടെ ഡെയിലി ഹെർബൽ ഷാമ്പു ആണ്. ഇതിൻ്റെ MRP ആണ് ഇവിടെ 201 രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആവുന്നത്. ആൻഡ് ഇതിലെ ബിൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 149 രൂപ 54 പൈസയാണ്. 149 രൂപ 54 പൈസയാണ് ഇതിൽ വന്നത്. നമുക്ക് MRP വരുന്നത് 201 രൂപയാണ്. ഈ പ്രൊഡക്റ്റിൽ ലാഭം കിട്ടിയിട്ടുള്ളത് 51 രൂപ 46 പൈസയാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇനി ഇത് ദീദിയുടെ ഒരു ഹെർബൽ കണ്ടീഷണറാണ്. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 210 രൂപയാണ്. അപ്പോൾ ബില്ലിംഗ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. ബില്ലിംഗ് റേറ്റ് ഉള്ളത് 156 രൂപ 24 പൈസയാണ് കേട്ടോ ഇതിൻ്റെ ബില്ലിംഗ് റേറ്റ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിൽ ലാഭം കിട്ടിയിട്ടുള്ളത് 53 രൂപ 8 പൈസയാണ്. 53 രൂപയോളം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് റെനയുടെ ഈ ഒരു ബോഡി മിസ്റ്റ് ആട്ടോ. അത് വയലറ്റ് മെലഡിയാണ് ഫ്രാഗ്രൻസ്. ഇതൊരു അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് സ്മെല്ല് ചെയ്തപ്പോൾ അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടായി. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല, യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ MRP വന്നിട്ട് 399 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP. ഇതിൻ്റെ ബില്ലിംഗ് റേറ്റ് എത്രയാണെന്ന് നോക്കാം കേട്ടോ. 277 രൂപ 22 പൈസയാണ് കേട്ടോ ഇതിൻ്റെ ബില്ലിംഗ് റേറ്റ്. അപ്പോൾ എത്ര രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. 121 രൂപ 78 പൈസയാണ് ഈ ഒരു പ്രോഡക്റ്റിന് എനിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഇനി ആരെങ്കിലും പെർഫ്യൂം വാങ്ങിക്കാൻ നേരത്ത് ഈ ഒരു റെനയുടെ ഈ ഫ്രാഗ്രൻസ് വന്നിട്ട് വയലറ്റ് മെലഡി, ഈ ഒരു ഫ്രാഗ്രൻസിലുള്ള ഒന്ന് പെർഫ്യൂം ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കേ, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കൂ. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ സ്മെല്ല്. അപ്പം ഇത്രയും പ്രൊഡക്ട്സൊക്കെ ഇപ്പോൾ കാണിക്കുള്ളൂ. എല്ലാം കൂടി കാണിച്ചു തരുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കാണിച്ചുള്ളൂ. ഇപ്പോൾ തന്നെ എനിക്ക് ഡിഫറൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ബിൽ എമൗണ്ട് എനിക്ക് വന്നിട്ടുള്ളത് 2842 രൂപയാട്ടോ. ഇത് ഞങ്ങൾ ഫുള്ള് ഇത് കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു MRP വെച്ചിട്ട്. അപ്പോൾ 4996 വരുന്നുണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഫുള്ള് MRP മാത്രം നമ്മൾ നോക്കുമ്പോൾ. ശരിക്കും അപ്പോൾ എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഇതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. 2200 സംതിങ് അങ്ങനെ എന്തോ ഇതിൽ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് മനസ്സിലായില്ല. ഇത്രയും ഡിഫറൻസിലാണ് നമുക്ക് അവിടുന്ന് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റണത് നമുക്ക് എക്സ് സർവീസ്മെനും പിന്നെ ഇപ്പോൾ ഓൾറെഡി സർവീസിലുള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓരോ ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് കാണാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ ഗായ്സ്. ബൈ ബൈ. അപ്പോൾ നിങ്ങളാരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വാങ്ങിക്കുമ്പോൾ ഒന്ന് അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ലാഭം കിട്ടിയിട്ടുള്ളത് 121 രൂപ 78 പൈസയാണ് കേട്ടോ. ഇനി